2.3 data transformation. So data transformation എന്ന് പറഞ്ഞാൽ data mining the process of converting raw data into a format that is suitable for analyzing modeling. So the goal of data modeling is to prepare data for data mining. Data prepare ചെയ്യാനാണ് data mining വേണ്ടിയിട്ടുള്ള data പല പല സോഴ്സുകളുണ്ട്. ആ ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് വേണ്ട ഒരു രീതിയിലോട്ട് ട്രാൻസ്ഫോം ചെയ്ത് ലോഡ് ചെയ്യണം ഡേറ്റ മൈനിങ്ങിലോട്ട്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ സ്മൂത്തനിങ്, aggregation, generalization, normalization, attribute feature construction. So smoothing means removing the noise from the data. Aggregation എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സമ്മറി കിട്ടുന്നതാണ് അഗ്രഗേഷൻ. ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈറാർക്കിക്കൽ കോൺസെപ്റ്റിനെ പറ്റി പറയുന്നതാണ് ജനറലൈസേഷൻ. നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറിയിൽ പെടും അല്ലെങ്കിൽ ഏത് റേഞ്ചിൽ പെടും എന്ന് നമ്മൾ നോക്കുന്നതാണ് നോർമലൈസേഷൻ. പിന്നെ സ്മോൾ വാല്യൂലോട്ട് കൊണ്ടുവരാം, സ്കെയിലിംഗ് ഇൻ ടു എ സ്മോൾ വാല്യൂ, ഒരു 0, 1, 2 റേഞ്ചിലൊക്കെ കൊണ്ടുവരാം. ഇനി മിനിമം min-max നോർമലൈസേഷൻ ഉണ്ട്, Z² നോർമലൈസേഷൻ ഉണ്ട്, നോർമലൈസേഷൻ ബൈ ഡെസിമൽ സ്കെയിലിംഗ് ഉണ്ട്. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി ആട്രിബ്യൂട്ട് ഫീച്ചർ കൺസ്ട്രക്ഷൻ, ഇതിന്റെ പ്രോബ്ലം ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ആട്രിബ്യൂട്ട് ഫീച്ചർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ന്യൂ ആട്രിബ്യൂട്ട്സ് ഉള്ള ആട്രിബ്യൂട്ട്സിനെ ക്രിയേറ്റ് ആവുന്നത്. സോ ഫസ്റ്റ് വൺ സ്മൂത്തനിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിമൂവ് നോയ്സ് ഫ്രം ദ ഡേറ്റ. അതിന് വേണ്ടി ബിന്നിങ്, റിഗ്രഷൻ, ക്ലസ്റ്ററിംഗ് ഒക്കെ യൂസ് ചെയ്യും. അഗ്രഗേഷൻ എന്ന് പറഞ്ഞാൽ സമ്മറി എടുക്കലാണ്. ഇപ്പൊ ഡെയിലി സെയിൽസ് ആണെങ്കിൽ അതിന്റെ ഒരു മന്ത്ലി എമൗണ്ട് എത്ര വെക്കണം അങ്ങനെ ഒരു സമ്മറി എടുക്കുക. ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ കാറ്റഗറിയിലോട്ട് കൊണ്ടുവരാം. ഇപ്പൊ കുറെ ഒരു ഡേറ്റ ഉണ്ട്, അതിലിപ്പോ ഏജ് ആണ് കൊടുത്തേക്കണമെങ്കിൽ നമുക്ക് അതിനെ യൂത്ത്, മിഡിൽ ഏജ്ഡ്, സീനിയർ എന്ന് പറഞ്ഞൊരു ജനറൽ കാറ്റഗറിയുടെ അണ്ടറിലോട്ട് കൊണ്ടുവരാം. ഹയർ ലെവൽ കോൺസെപ്റ്റ്സിന് കുറച്ചുകൂടി സ്മോളർ ലെവൽ. നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് റേഞ്ചിലോട്ട് -1 to 1, 0 to 1 അങ്ങനെ ഒരു റേഞ്ചിലോട്ട് കൊണ്ടുവരുന്നതാണ് നോർമലൈസേഷൻ. ആട്രിബ്യൂട്ട് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ പുതിയ ആട്രിബ്യൂട്ട്സിനെ കൺസ്ട്രക്ട് ചെയ്യുക ഫ്രം ദ എക്സിസ്റ്റിംഗ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇനി നോർമലൈസ് ഡേറ്റ ടു എ സ്റ്റാൻഡേർഡ് സ്കെയിൽ. ഇങ്ങനെ നമ്മൾ നോർമലൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും, ഒരു സ്റ്റാൻഡേർഡ് സ്കെയിലോട്ട് നമ്മുടെ ഡേറ്റയെ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ട്രാൻസ്ഫോം ദ കറന്റ് ഡേറ്റ ഇൻ ടു ന്യൂ ഡേറ്റ. അപ്പൊ എന്ത് സ്റ്റാൻഡേർഡ് കൂടും. പിന്നെ പ്രെഡിക്കേറ്റ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യും. നമ്മളിൽ പറഞ്ഞ നോർമലൈസേഷനിൽ മിൻ-മാക്സ് ഉണ്ട്, Z² ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നോർമലൈസേഷൻ ബൈ ഡെസിമൽ സ്കെയിലിംഗ്. സോ മിൻ-മാക്സിൽ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, x bar is equal to new min plus x minus x min into new max minus new min by x max minus x min. x എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ വാല്യൂ ആണ്. x dash എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലൈസ് ചെയ്തെടുക്കുന്നത്. x min എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനിമം വാല്യൂ, x max മാക്സിമം വാല്യൂ. ന്യൂ മിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് റേഞ്ചിലോട്ടാണ് വേണ്ടത് അതിന്റെ മിനിമം വാല്യൂ. ന്യൂ മാക്സ് എന്ന് പറഞ്ഞാൽ ഏത് റേഞ്ചിലോട്ടാണ് വേണ്ടത് അതിന്റെ മാക്സിമം വാല്യൂ. സോ അവിടെ ഒരു പ്രോബ്ലം ആണ് കൊടുത്തേക്കുന്നത്, ശ്രദ്ധിച്ചു നോക്കുക, കാരണം ഇത് ഷുവർ ആയിട്ടും ചോദിക്കുന്നതാണ്. വേറെ വാല്യൂസ് വെച്ചിട്ടായിരിക്കും, സ്റ്റെപ്സ് ഒക്കെ സെയിം ആയിരിക്കും. സോ ഇതൊരു നമ്മുടെ ഡേറ്റ ആണ്, ഇതാണ് റേഞ്ച് തന്നിരിക്കുന്നത്. സോ ഇതിൽ എക്സ് മിനിമം എന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ എത്രയാണ് 10, എക്സ് മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ 50. ഇനി ന്യൂ റേഞ്ച് നമുക്ക് തന്നിരിക്കുന്ന റേഞ്ച് ഈ ഒരു റേഞ്ചിലോട്ട് സെറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ n ന്യൂ മിൻ എന്ന് പറഞ്ഞാൽ -1, ന്യൂ മാക്സ് എന്ന് പറഞ്ഞാൽ 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. എന്താണ് നമ്മുടെ ഇക്വേഷൻ, എന്താണ് ന്യൂ മിൻ പ്ലസ് എക്സ് മൈനസ് എക്സ് മിൻ ബൈ എപ്പോഴും മൈനസ് ചെയ്തിട്ട് മിൻ ആണെന്ന് ഓർത്താൽ മതി. ഓക്കെ, ന്യൂ മിൻ എക്സ് മിൻ, ഓക്കെ, എക്സ് ന്യൂ മാക്സ് എക്സ് മാക്സ്, അങ്ങനെ ഒരു പാറ്റേണിൽ അത് പഠിച്ചു വെക്കുക ഇക്വേഷൻ ചെയ്ത്. അപ്പൊ ഫസ്റ്റ് 10 എടുക്കുക, ഓരോരോ വാല്യൂസിന്റെയും മിനിമലൈസ് ചെയ്യുക. സോ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ ന്യൂ മിൻ പ്ലസ് നമ്മുടെ 10 മൈനസ് ഈ 10 എന്താണ്, ഈ 10 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ എടുത്തേക്കുന്ന എക്സ്, ഇതെന്ന് പറഞ്ഞാൽ എക്സ് മിൻ, ദെൻ 1 എന്ന് പറഞ്ഞാൽ ഏതാണ് ന്യൂ മിൻ, പിന്നെ ന്യൂ മാക്സ് മൈനസ് ന്യൂ മിൻ ഡിവൈഡഡ് ബൈ എന്താണ് 50 മാക്സ് മൈനസ് മിൻ. അപ്പൊ നമുക്ക് എത്ര കിട്ടും, ഇവിടെ 1 കിട്ടും. 20 കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഈ ഒരു വാല്യൂസ് ആണ് എല്ലാത്തിനും നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് നോർമലൈസ് ചെയ്ത 10ന്റെയും 20, 30, 40, 50യുടെ വാല്യൂ -1, -50, 50 അല്ല 0.51 എന്ന് പറഞ്ഞ് കിട്ടും. സോ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ മാത്രം കാണാണ്ട് പഠിക്കുക. ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്, ആ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യും. ടേംസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മതി. ഇനി Z² നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു സ്റ്റാൻഡേർഡൈസേഷൻ ടെക്നിക്കാണ്. അതിൽ നമുക്ക് എന്തുണ്ട്, മീൻ കണ്ടുപിടിക്കണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. സോ അതിന്റെ ഇക്വേഷൻ Z is equal to x minus x bar എന്ന് കൊടുത്താലും മതി. ഇനിയിപ്പം ഈ ഒരു ഗ്രീക്ക് ലെറ്ററിൽ കൺഫ്യൂഷൻ ആണ്. Z is equal to x minus x bar by സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ഇതിലപ്പോ നമ്മൾ ഫസ്റ്റ് മീൻ കണ്ടുപിടിക്കുക, എക്സ് ബാർ കണ്ടുപിടിക്കുക. എക്സ് ബാർ ഇപ്പൊ 1, 10, 20, 30, 40, 50 ഡിവൈഡഡ് ബൈ 5 30 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം xi minus x bar the whole square by n root
അല്ലേ? സോ അതിൽ നിന്ന് നമുക്ക് സിഗ്മ എത്രയായിട്ടും 14.14 കിട്ടും. ഇനി അതിന് ശേഷം ഓരോന്നിനെ വെച്ചിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ഇസെഡ് സ്ക്വയർ ആണ് എടുക്കുന്നത്. ഇസെഡ് സ്ക്വയറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇസെഡ് ഇസ് ഇക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ ബൈ സിഗ്മ. സോ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഇത് 30. പിന്നെ ബൈ നമ്മുടെ ഈ ഒരു വാല്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വാല്യൂ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും. അങ്ങനെ ഓരോന്നിന്റെയും കാൽക്കുലേറ്റ് ചെയ്യുക. 10ന്റെയും 20ന്റെയും 30ന്റെയും 40ന്റെയും 50ന്റെയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് നമുക്ക് ഈ ഒരു ആൻസേഴ്സ് കിട്ടും. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ റേഞ്ചിലോട്ട് എടുക്കാം. ഇനി ഡെസിമൽ സ്കെയിലിംഗ് എന്ന് പറഞ്ഞ അടുത്ത ഒരു നോർമലൈസേഷൻ ടെക്നിക്കാണ് ബൈ ചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് ദ ഡെസിമൽ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടാണ്. ഇതാണ് അതിന്റെ ഇക്വേഷൻ. എക്സ് ബാർ ഇസ് ഇക്വൽ എക്സ് ഡാഷ് ഇസ് ഇക്വൽ ടു എക്സ് ബൈ 10j. ജെ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ഇൻറ്റീജർ ആണ്. എക്സ് അതെന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് എക്സ് ഡാഷ് കുറവായിരിക്കണം, 1നേലും കുറവായിരിക്കും. ഇനി ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഒരു കൊടുത്തേക്കുന്നതാണ്. സോ ഇവിടുത്തെ മാക്സിമം അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഇതാണ്. സോ അതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ബൈ ജെ കൊടുക്കുമ്പോൾ ലെസ് ദാൻ 1 ആണ്. സോ 10⁶ പൊസിഷൻസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ഒരു ഡെസിമൽ ഇടണമെങ്കിൽ നമുക്ക് 6 പൊസിഷൻസ് വരും. സോ വിച്ച് ഇസ് 0.5 ആണ് അപ്പോൾ വരുന്നത്. സോ അതെന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 10 ബൈ 10⁶. എല്ലാവരും 10⁶ 10⁻j ആണ്. ജെ എന്ന് പറഞ്ഞ അവിടുത്തെ മാക്സിമം വാല്യൂ ആണ് എടുക്കേണ്ടത്. സോ എല്ലാത്തിനെയും അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഓരോ വാല്യൂസും കുറച്ചും കൂടി ഡെസിമൽ വാല്യൂയിലോട്ട് മാറും. സോ അതാണ് നമ്മൾ നോർമലൈസ് ചെയ്തെടുക്കുന്ന വാല്യൂ. ഇനി ആട്രിബ്യൂട്ട് കൺസ്ട്രക്ഷനിൽ ന്യൂ ആട്രിബ്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്യുക ഫ്രം ദ എക്സിസ്റ്റിംഗ് ആട്രിബ്യൂട്ട്സ് എന്ന് ന്യൂ ആട്രിബ്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്യലാണ് എന്ത് ആട്രിബ്യൂട്ട് കൺസ്ട്രക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ കോമ്പിനേഷൻസ് ഓഫ് ആട്രിബ്യൂട്ട് ക്രിയേഷൻ നടത്താൻ പറ്റും.